നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്ന കന്നി വോട്ടർമാർക്ക് ഹൽവ വിതരണം ചെയ്യുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ട് സ്വീറ്റ് ഇൻ കേരള എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് തീരുമാനം. ഓരോ ജില്ലയിലെയും തെരഞ്ഞെടുത്ത പോളിംഗ് ബൂത്തുകളിലായിരിക്കും ഹൽവ വിതരണം. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുന്നുണ്ട്. ഹാൻസ്, ഈ ഹൽവയൊക്കെ കണ്ട് ഹൽവ വാഗ്ദാനത്തിൽ ഈ കന്നി വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തുമെന്നാണോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്? സോന, പരമാവധി തെരഞ്ഞെടുപ്പിൽ യുവ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ക്യാമ്പയിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടക്കം കുറിച്ചിരിക്കുന്നത്. വോട്ട് സ്വീറ്റ് ഇൻ കേരള എന്നാണ് ഈ ക്യാമ്പയിൻ്റെ പേര്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുത്ത പോളിംഗ് ബൂത്തുകളിൽ ഇത്തരത്തിൽ കന്നി വോട്ടർമാർക്ക് ഹൽവ വിതരണം ചെയ്യാനുള്ളൊരു തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരിക്കുന്നത്. ഈ സർക്കുലറിൽ പറയുന്നത് 200 പാക്കറ്റ് ഹൽവ അതാത് ജില്ലാ കളക്ടർമാർക്ക് അയച്ചു കൊടുക്കും. ജില്ലാ കളക്ടർമാരാണ് ഈ ഏതൊക്കെ പോളിംഗ് ബൂത്തുകളിൽ ഇത് വിതരണം ചെയ്യണം എന്ന് തീരുമാനിക്കുക. സ്വാഭാവികമായിട്ടും കന്നി വോട്ടർമാരുടെ എണ്ണം കൂടുതലുള്ള പോളിംഗ് ബൂത്തുകളിലായിരിക്കും ഈ ഹലുവ വിതരണം നടക്കുക. ഒപ്പം തന്നെ ഈ ഹലുവ വിതരണം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം അത് ബൂത്ത് ലെവൽ ഓഫീസർമാർക്കും തെരഞ്ഞെടുക്കുന്ന വോളണ്ടിയർമാർക്കും ആയിരിക്കും. ഈ ഹലുവ വിതരണം ചെയ്യുമ്പോൾ അത് സാധാരണ രീതിയിൽ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന വോട്ടർമാരെ ബാധിക്കരുത് എന്നുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. കൂടാതെ ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹൽവ വിതരണം ഡോക്യുമെന്റ് ചെയ്യണം അല്ലെങ്കിൽ വീഡിയോ എടുക്കണം എന്നുകൂടിയുള്ള നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 85% പോളിംഗ് ശതമാനമെങ്കിലും എത്തിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ പരമാവധി ആളുകളെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ യുവ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇത്തരമൊരു ക്യാമ്പയിൻ തുടക്കം കുറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. സോന.